കേരളത്തിന്റെ സമരനായകൻ വി.എസ്. അച്യുതാനന്ദനെ അനുസ്മരിച്ച് പ്രമുഖർ. രാഷ്ട്രീയ കേരളത്തിന് ഏറ്റവും അപരിഹാര്യമായ ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങും കൽപ്പിച്ച കാലഘട്ടത്തിൽ ഒളിവിലും തെളിവിലും നിന്നുകൊണ്ട് ഈ നാടിന്റെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി എണ്ണിയാലൊടുങ്ങാത്ത സമരമുഖങ്ങളിലെ അദ്ദേഹത്തിന്റെ നായകത്വം ഒരു ജ്വാലയായി. അതേപോലെ തന്നെ നിയമസഭാ സാമാജികൻ എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും രാഷ്ട്രീയ കേരളത്തിന് നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവന, ചരിത്രയേടുകളിൽ സ്ഥാനം പിടിച്ച ഒട്ടനവധി തീരുമാനങ്ങളും അതേപോലെ തന്നെ നടപടികളുമെല്ലാം പ്രതിപക്ഷ നേതാവെന്ന രൂപത്തിൽ ഒരുപക്ഷെ കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ ഹൃദയം കവർന്ന പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആളായിരുന്നു സഖാവ് വി.എസ്. അതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി മാറി. അദ്ദേഹത്തിന്റെ വേർപാട് രാഷ്ട്രീയ കേരളത്തിന് അപരിഹാര്യമായ ഒരു നഷ്ടമാണ്. ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നത്. ശ്രീ വി.എസ്. അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയും അതിനെതിരായിട്ട് നിരന്തരമായി പോരാടുകയും ചെയ്ത ഒരാളായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലോ വിട്ടുവീഴ്ചയോ നടത്താനും സന്നദ്ധനായിരുന്നില്ല. പലപ്പോഴും എതിർവശത്ത് അല്ലെങ്കിൽ മറുവശത്ത് ആര് എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു പരിഗണനാ വിഷയവുമായിരുന്നില്ല. ജനകീയ പ്രശ്നങ്ങളിൽ വളരെ സജീവമായിട്ട് ഇടപെടുകയും ആ പ്രശ്നങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു സമീപനം സ്വീകരിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. ആ നിലയിൽ അദ്ദേഹത്തിന്റെ വേർപാട് കേരളത്തിലെ ഒരു ജനകീയ മുഖത്തിന്റെ നഷ്ടം ആയിട്ടാണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എല്ലാവരും അനുഭവപ്പെടുന്നത്. വി.എസുമായിട്ട് ഒരു 4 പതിറ്റാണ്ടിന്റെ അടുപ്പമുണ്ട്. 80കളിൽ മാധ്യമപ്രവർത്തകനായിട്ട് ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് വി.എസുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നീട് ഏറെക്കാലത്തെ ഒരു ബന്ധം. വി.എസ് എന്നുള്ളൊരു പോരാളിയെ സസൂക്ഷ്മം നിരീക്ഷിച്ചൊരു വ്യക്തിയാണ്. ഇത്രത്തോളം കേരള സമൂഹത്തെ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു തലമുറയെ ഇത്രത്തോളം പ്രചോദിപ്പിച്ചൊരു മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നില്ല. നിരന്തരമായ ജാഗ്രതയിലൂടെ ഒരു പോരാട്ടത്തിന്റെ പാതയിൽ പ്രവേശിച്ച വി.എസ്. ഒരുപക്ഷെ കേരളത്തെ ഇതുപോലെ സ്ഫുടം ചെയ്തെടുത്തിട്ടുള്ള ഒരു നേതാവും ഉണ്ടാവില്ല. ഇന്ന് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം വി.എസിനെ പോലുള്ള ആൾക്കാർ നൽകിയ ദിശാബോധമാണ്. വി.എസ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ ഇടയിൽ നിന്ന് മാറിയെങ്കിൽ പോലും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ, ആ ഓർമ്മകൾ ജ്വലിക്കുന്നതായി ജനഹൃദയങ്ങളിൽ ഇപ്പോഴും നിലകൊള്ളുന്നതാണ്. സാധാരണക്കാരായ മനുഷ്യരുടെ ആവശ്യങ്ങളിൽ അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച ഒരു നായകനായി വി.എസ്. എന്ന മുഖ്യമന്ത്രിയെ ഓർക്കുന്നു. ഏറ്റവും ക്ലേശമനുഭവിക്കുന്ന ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ വളരെ സ്നേഹത്തോടും ആർദ്രതയോടും കൂടി എക്കാലത്തും ഇടപെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവും മനുഷ്യന്റെ വേദനകളെ തിരിച്ചറിഞ്ഞ ജനനായകനുമാണ് ശ്രീ വി.എസ്. എന്ന് ഹൃദയപൂർവ്വം ഓർക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും നിയമസഭാ സാമാജികൻ എന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു നായകൻ എന്ന നിലയിലും അദ്ദേഹം നമ്മുടെ നാടിന് നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും കേരള കത്തോലിക്ക സഭയുടെ ആദരവും നന്ദിയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ വലിയ പ്രചോദനമായി നമ്മുടെ ഇടയിൽ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. വി.എസ്. എന്ന പോരാളി ഇനിയില്ല എന്നുള്ള ഒരു സത്യം അംഗീകരിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഏറെ അടുപ്പമുണ്ടായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു ധീരനായ സഖാവ്, ടി.പി. ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ